ഇന്നലെ കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ടായ ദാരുണമായ സംഭവത്തിന് പൂർണ്ണമായി തന്നെ ഉത്തരവാദിത്തം സർക്കാരിനുള്ളതല്ലേ, പ്രത്യേകിച്ച് ആരോഗ്യമന്ത്രിക്ക്. അതിൻ്റെ തുടക്കത്തിൽ നാം കണ്ടിരുന്നു, അതിൻ്റെ ഈ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഈ രണ്ട് മന്ത്രിമാർ തന്നെ വലിയ രീതിയിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇത് എന്തുകൊണ്ടായിരിക്കും ഇത്രയും ആരോഗ്യ മേഖല ഈ അടുത്ത കാലത്ത് ഇത്രയും പിന്നോട്ട് പോയത്? അതിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീജിത്ത് ആദ്യം പറഞ്ഞത് വളരെ ശരിയാണ്. ഇതിൻ്റെ പരിപൂർണമായ ഉത്തരവാദിത്വം സർക്കാരിനും ഈ മന്ത്രിക്കും. ആരോഗ്യമന്ത്രിക്ക് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. അവരുടെ കൈകൾ ശുദ്ധമല്ല. അതിൽ ഒരു പാവപ്പെട്ട നിരാലംബയായ ഒരു വീട്ടമ്മയുടെ ചോര പുരണ്ടിരിക്കുന്നു. അവരുടെ ജീവൻ്റെ വില ഈ ആരോഗ്യമന്ത്രിയാണ് നൽകേണ്ടത്. എന്തുകൊണ്ടാണെന്ന് കൂടി ഞാൻ പറയാം. ഇപ്പോൾ 57 വർഷം പഴക്കമുള്ള ഒരു കെട്ടിടമാണ് ഇപ്പോൾ ഇടിഞ്ഞു വീണത്. കാലപ്പഴക്കം കൊണ്ട് ജീർണാവസ്ഥയുണ്ടാകും, സമയത്തിന് അറ്റകുറ്റപ്പണികൾ ചെയ്തിട്ടില്ല, ഇതൊക്കെ അവിടെ നിൽക്കട്ടെ, ആ കെട്ടിടം തകർന്നു വീണു. ഈ കെട്ടിടത്തിന് കാലപ്പഴക്കമുണ്ട്, ഇവിടെ ഇത് ഉപയോഗശൂന്യമാണ്, ഉപയോഗയോഗ്യമല്ല എന്ന് 2013 റിപ്പോർട്ട് കൊടുത്തതാണ്. അതിൻ്റെ വെളിച്ചത്തിൽ ടെൻഡർ വിളിച്ച് പുതിയ കെട്ടിടം, പുതിയൊരു ബ്ലോക്ക് നിർമ്മിക്കാൻ തീരുമാനിച്ചു. ഇതിപ്പോൾ വർഷം 2025 12 വർഷം മുമ്പാണ് ഈ കെട്ടിടം അപകടാവസ്ഥയിലാണെന്നുള്ള റിപ്പോർട്ട് വരുന്നത്. എന്നിട്ടും ആ കെട്ടിടത്തിൽ രോഗികളെ പാർപ്പിച്ചു, അവിടെ രോഗികളെ അഡ്മിറ്റ് ചെയ്ത് ചികിത്സിക്കുന്നു. ഇത് ഈ രാജ്യത്തല്ലാതെ വേറെ എവിടെ നടക്കും? ഇനി സർക്കാർ എപ്പോഴും നിയമസഭയിൽ ഉൾപ്പെടെ അവകാശപ്പെടുന്നത് യൂറോപ്യൻ നിലവാരത്തിലാണ് നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങളും ചികിത്സയും എല്ലാം. അതെ, യൂറോപ്യൻ നിലവാരത്തിലായതുകൊണ്ടാണല്ലോ മുഖ്യമന്ത്രി കെട്ടും കെട്ടി അമേരിക്കയ്ക്ക് ചികിത്സിക്കാൻ പോകുന്നത്. ഒരു രോഗം വന്നാൽ ഇവിടെ അല്ലല്ലോ ചികിത്സിക്കുന്നത്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. നമ്മൾ 2014 വരെ വിഷയത്തിൽ നിന്ന് ഒരല്പം വ്യതിചലിക്കുകയാണ്. 2014 വരെ ഈ കോൺഗ്രസിൻ്റെ UPA ചെയർപേഴ്സൺ സോണിയാഗാന്ധി നിരന്തരം വിദേശയാത്രയ്ക്ക് ചികിത്സയ്ക്ക് പോയിരുന്നു വിദേശത്തേക്ക്. ഇപ്പോഴെന്താ പോകാത്തത്? ഇപ്പോൾ വളരെ കുറവാണല്ലോ. പോകുന്നുണ്ട്, വല്ലപ്പോഴും 4-5 വർഷം കൂടുമ്പോഴാണ് ഒരു തവണ പോകുന്നത്. മുമ്പ് പലരും നമ്മുടെ നാട്ടിൽ ഇവരെല്ലാവരും പോകുന്നത് വിദേശത്തേക്കാണ് ചികിത്സയ്ക്ക്. പക്ഷേ ഞാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ BJPയിലെ ഇപ്പോഴത്തെ നേതാക്കളോ കേന്ദ്ര സർക്കാരിലെ മന്ത്രിമാരോ ഒന്നും അങ്ങനെ വിദേശത്ത് പോകുന്നതായിട്ട് അറിവില്ല. പോകുന്നുണ്ടാവും, പക്ഷേ വളരെ കുറവാണ്. കൂടുതലായിരുന്നെങ്കിൽ അത് തീർച്ചയായിട്ടും വാർത്തയായേനെ. ഈ പ്രതിപക്ഷം മിണ്ടാതിരിക്കില്ല, അവർ അതെടുത്ത് വിഷയം എടുത്ത് ഇട്ടേനെ. ഇവിടെ ഇപ്പോൾ നമുക്ക് തിരിച്ചു വരാം. കോട്ടയത്ത് ഈ 12 വർഷം മുമ്പ് ഉപയോഗയോഗ്യമല്ല, ഇത് അപകടമുണ്ടാക്കും എന്ന് റിപ്പോർട്ട് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ കെട്ടിടം നിർമ്മിച്ചു. ഇനി ആ നിർമ്മിച്ച് കെട്ടിടം 194.29 കോടി രൂപ ചിലവാക്കിയാണ് പുതിയ ബ്ലോക്ക് നിർമ്മിച്ചത്. ആ ബ്ലോക്കിൻ്റെ വിശേഷങ്ങൾ കേട്ടോളൂ. അത് 8 നിലകളിലുണ്ട്, 14 ഓപ്പറേഷൻ തിയേറ്ററുകളുണ്ട്, അതുപോലെ 22 കിടക്കകൾ വീതമുള്ള 2 IC യൂണിറ്റുകളുണ്ട്, 526 കിടക്കകളുള്ള വാർഡുകളുണ്ട്. എല്ലാം സജ്ജമാണ്. പിന്നെ എന്തുകൊണ്ട് ആ ബ്ലോക്ക് ഇതുവരെ പ്രവർത്തനം ആരംഭിച്ചില്ല? ഈ ചോദ്യത്തിന് ഉത്തരം പറയണ്ടേ? ആ ഉത്തരം പറയേണ്ടത് കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി വീണ ജോർജ് അല്ലേ ഉത്തരം പറയേണ്ടത്? മുഖ്യമന്ത്രി പിണറായി വിജയനല്ലേ അതിന് ഉത്തരം പറയേണ്ടത്? സർവ്വസജ്ജമായിട്ട് 8 നിലകളുള്ള ഒരു ബ്ലോക്ക് നിർമ്മിച്ച് അവിടെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി. ഇനി അവിടെ എന്താണ് വേണ്ടത്? എന്താണ് അത് തുറന്നു കൊടുക്കാത്തത്? എന്താണ് അത് പ്രവർത്തനക്ഷമമാക്കാൻ ഈ സർക്കാരിന് എന്താണ് തടസ്സം? ഒരു പാവം വീട്ടമ്മയുടെ, നിരാലംബയും ദരിദ്രയുമായ ഒരു വീട്ടമ്മയുടെ ജീവൻ പൊലിയേണ്ടി വന്നു, കൊടുക്കേണ്ടി വന്നു ആ ബ്ലോക്ക് തുറന്നു കൊടുക്കാൻ. ഇപ്പോൾ അത് ഇന്നലെ ഓടിപ്പടച്ച് വളരെ പെട്ടെന്ന് വാർഡുകളൊക്കെ വൃത്തിയാക്കി കുറേയൊക്കെ തുറന്നു കൊടുത്തു. ഓപ്പറേഷൻ തിയേറ്റർ ഒന്നും അങ്ങനെ പെട്ടെന്ന് സജ്ജമാക്കാൻ പറ്റില്ലല്ലോ. അത് സംഗതിയെല്ലാം റെഡിയായി കിടക്കുന്നു. ഇനി അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യണം. അത് ഇതെന്നേ തുറന്നു കൊടുക്കാം. പാർട്ടിക്കുള്ളിൽ തന്നെ ഈ മന്ത്രിക്കെതിരെ നിരന്തരം വിമർശനം. അതെ, കോട്ടയത്ത് CPMന്റെ യോഗത്തിൽ, ജില്ലാ കമ്മിറ്റി യോഗത്തിൽ അതിരൂക്ഷമായ വിമർശനമാണ് ഉയർന്നത്. ഈ കെട്ടിടം, ഈ പുതിയ ബ്ലോക്ക് തുറന്നു കൊടുക്കാൻ തടസ്സം ആരോഗ്യമന്ത്രി മാത്രമാണ്. അവർക്ക് സമയം കിട്ടുന്നില്ല ഉദ്ഘാടനം ചെയ്യാൻ. ഇവരെന്ത് മലമറിക്കുകയാണ് കേരളത്തിൽ?
എനിക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പോഴിതാ ഈ കോട്ടയം മെഡിക്കൽ കോളേജിന് പുറമെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് നമ്മളവിടെ ചെന്ന് നോക്കണം, നരകമാണ്. എത്ര പേരാണ് അവിടെ ചികിത്സാ പിഴവ് കൊണ്ട് മരിച്ചിരിക്കുന്നത്, സമയത്ത് ചികിത്സ കിട്ടാതെ മരിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്ത് ഒരു ഡോക്ടർ, ഒരു പ്രമുഖനായ ഡോക്ടർ ഹാരിസ് ചിറക്കൽ, ഫേസ്ബുക്കിലൂടെ അദ്ദേഹത്തിന് പറയേണ്ടി വന്നു, ഇവിടെ ഉപകരണങ്ങളില്ല, പറഞ്ഞിട്ട് വാങ്ങിത്തരുന്നില്ല. ഇങ്ങനെ ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ തിണ്ണ നിരങ്ങുകയാണ് ഡോക്ടർമാർ. എന്നിട്ടും ചികിത്സയ്ക്ക് ആവശ്യമായ ഉപകരണങ്ങൾ കിട്ടുന്നില്ല, മരുന്നുകളില്ല. ഇപ്പോഴും ആ നമ്പർ 1 ആണ് അത്ര കേരളം. ഇതാരുടെ കണ്ണിൽ പൊടിയിടാനാണ് സുഹൃത്തുക്കളെ നിങ്ങളിതൊക്കെ പറയുന്നത്? ഇവിടെ ഈ പറയുന്നത് പോലെ കേരളത്തിനൊരു മുഖ്യമന്ത്രി ഉണ്ടോ? കേരളത്തിൽ ഈ പറയുന്ന ആരോഗ്യമന്ത്രി ഉണ്ടോ? ഒരു പാവപ്പെട്ട വീട്ടമ്മയുടെ ജീവനാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അവരെ ആര് സമാധാനിപ്പിക്കും? ആ നഷ്ടം ആര് നികത്തും? ആരോഗ്യമന്ത്രി ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കുകയാണ് വേണ്ടത് എന്ന് പ്രതിപക്ഷം പറയുന്നത് ശരിയാണ്. നമുക്ക് പ്രതിപക്ഷത്തെ അനുകൂലിക്കാതിരിക്കാൻ സാധിക്കില്ല. എല്ലാ മാധ്യമങ്ങളും ഇതിൻ്റെ സത്യാവസ്ഥത പുറത്തു കൊണ്ടുവന്നിരിക്കുന്നു. ഒരു മാധ്യമം പോലും, എനിക്ക് തോന്നുന്നു ദേശാഭിമാനി ഒഴിച്ച് ബാക്കി എല്ലാവരും, ദേശാഭിമാനിയും കൈരളിയും ഒഴിച്ച് ബാക്കി എല്ലാവരും ഇവിടെ ഈ കോട്ടയത്ത് മെഡിക്കൽ കോളേജിൽ ഉണ്ടായ ദുരന്തത്തിൻ്റെ കാരണം നല്ല വ്യക്തമായിട്ട് വെളിച്ചത്ത് കൊണ്ടുവന്നിരിക്കുന്നു. ആരോഗ്യമന്ത്രി ഇതിന് സമാധാനം പറഞ്ഞേ പറ്റൂ. അവർക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. അവരുടെ കൈകൾ ശുദ്ധമല്ല. ആരോഗ്യമന്ത്രിക്ക് ഇത് ഉദ്ഘാടനം ചെയ്യാൻ നോക്കൂ. ആശുപത്രി എന്ന് പറഞ്ഞാൽ ഏറ്റവും അടിയന്തരമായിട്ട് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. ഈ 12 വർഷമെടുത്തു ഈ 8 നിലയുള്ള ബ്ലോക്ക് നിർമ്മിക്കാൻ എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ അനാസ്ഥയാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് ഇവിടെ ഭരിക്കുന്നത് പിണറായി വിജയനാണ്, ഇടതുപക്ഷമാണ്. എവിടെ പോയി? കഴിഞ്ഞ ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചർ വലിയ വായിൽ വടിവത്ത ഭാഷയിൽ സംസാരിക്കുമല്ലോ. ആ ശൈലജ ടീച്ചർ എവിടെ പോയി? കേരളത്തിൻ്റെ നമ്പർ 1 മുഖ്യമന്ത്രി എവിടെ പോയി? ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി? അവർക്കൊന്നും സമാധാനം പറയാനില്ലേ ഈ ആശുപത്രിയുടെ കാര്യത്തിൽ? ഈ 57 വർഷം പഴക്കമുള്ള ഒരു കെട്ടിടം ജീർണാവസ്ഥയിലാണെന്നും ഏത് നിമിഷവും ഇത് തകർന്നു വീഴാമെന്നും റിപ്പോർട്ട് കൊടുക്കുന്നത് 2013-ലാണ്. അങ്ങനെ 2013 റിപ്പോർട്ട് കൊടുത്ത് അതിൻ്റെ നടപടിക്രമങ്ങളായി എത്രയും പെട്ടെന്ന് ഒരു ആശുപത്രി കെട്ടിടം നിർമ്മിച്ചു കൊടുക്കേണ്ടത് 12-13 വർഷം വൈകിയിരിക്കുന്നു. പോട്ടെ, ഈ 13 വർഷം കഴിഞ്ഞ് നിർമ്മിച്ച് എല്ലാം റെഡിയായി സർവ്വസജ്ജമായി കിടക്കുകയാണ്. പക്ഷേ അത് പ്രവർത്തനക്ഷമമല്ല. കാരണം ഉദ്ഘാടനം ചെയ്തിട്ടില്ല. ഉദ്ഘാടന മാമാങ്കം നിർവഹിക്കേണ്ടത് ആരൊക്കെയാണ്? അത് വലിയ PR വർക്കുകളൊക്കെ ചെയ്ത് വലിയ രീതിയിൽ അത് കൊട്ടിഘോഷിച്ച് ആരോഗ്യ കേരളം നമ്പർ 1 എന്നൊക്കെ പറഞ്ഞ് തള്ളാൻ വേണ്ടിയിട്ടാണ്. അതിന് ഉചിതമായൊരു സമയം കണ്ടെത്തി ആ സമയത്തെ അത് ചെയ്യുള്ളൂ. കാരണം ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. 8 മാസം കഴിഞ്ഞാണ് തെരഞ്ഞെടുപ്പ്. അപ്പോൾ ഇത് പരമാവധി തള്ളിക്കൊണ്ടുപോയി തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഇത് ഉദ്ഘാടനം ചെയ്യാം. അപ്പോൾ ഇത് വലിയ ചർച്ചയാവും ആൾക്കാരുടെ ഇടയിൽ. വോട്ടർമാരുടെ ഇടയിൽ ഇതൊരു സ്വാധീനിക്കാനുള്ളൊരു മാർഗമാണ്. അത്തരത്തിലാണ് ഇവർ ഇത് വൈകിപ്പിച്ചത് എന്ന് പ്രതിപക്ഷം പറയുന്നത് ശരിയല്ലേ? അവരെ നമുക്ക് കുറ്റം പറയാൻ സാധിക്കുമോ? ഈ ആരോഗ്യമന്ത്രിയുടെ ദുഷ്ടലാക്കാണ് അതിന് പിന്നിൽ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരെ നമുക്ക് കുറ്റപ്പെടുത്താനാകുമോ? ഒരിക്കലുമില്ല. ഈ ഒരു ജീവൻ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് എന്തോ ഭാഗ്യം കൊണ്ട് 2 പേർക്ക് പരിക്കേറ്റു എന്നുള്ളതാണ്. കൂടുതൽ രോഗികൾ അവിടെ ഈ കെട്ടിടത്തിൻ്റെ അടിയിൽ പെട്ടിരുന്നെങ്കിൽ ഒന്ന് അനങ്ങാൻ പോലും കഴിയാതെ കയ്യും കാലും ഒടിഞ്ഞ് ചികിത്സയിൽ കഴിയുന്ന രോഗികൾ അവിടെ ഉണ്ട്. ആ രോഗികൾ ഇതിൻ്റെ ഇടയ്ക്ക് പെട്ടുപോയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? ഒന്ന് ഇഴഞ്ഞ് രക്ഷപ്പെടാൻ പോലും പറ്റാത്ത സാഹചര്യത്തിൽ അവിടെ അഡ്മിറ്റായിരിക്കുന്ന രോഗികളുണ്ട്. അവരുടെ ജീവന് ആര് സമാധാനം പറയും? അതോ അവരുടെ ഒന്നും ജീവന് യാതൊരു വിലയുമില്ലേ ഈ നാട്ടിൽ? ഈ ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെയും ഈ ഇടതുപക്ഷ പരിവാരങ്ങളുടെയും സഖാവ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും ജീവന് മാത്രമേ വിലയുള്ളൂ. ഈ നാട് എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? മനുഷ്യനാകണമെന്ന് പാടിയാൽ പോരാ, മനുഷ്യനാകണം. അത് പ്രവൃത്തിയിൽ കൊണ്ടുവരണം. അതിന് ധാർമ്മിക ബോധം വേണം. അതില്ലാത്തവരോട് ഇതൊന്നും പറഞ്ഞില്ല. ആദ്യത്തെ പിണറായി സർക്കാർ വീണ്ടും അധികാരത്തിൽ വരാൻ ഒരു നിർണായക ഘടകമായിരുന്നു ഈ ആരോഗ്യ മേഖല. പക്ഷേ ഇത് ഒരു വീണ ജോർജിന്റെ പരാജയമാണോ? ഇത് വീണ ജോർജിന്റെ മാത്രമല്ല, മുഴുവൻ സിസ്റ്റത്തിന്റെയും പരാജയമാണ്. സർക്കാരിന്റെ പരാജയമാണ്, ഭരണകൂടത്തിന്റെ പരാജയമാണ്, ഉദ്യോഗസ്ഥരുടെ പരാജയമാണ്. നോക്കൂ, 13 വർഷമായിട്ട് ഒരു അപകടാവസ്ഥയിലായ ഒരു കെട്ടിടത്തിൽ രോഗികളെ പ്രവേശിപ്പിച്ച് ചികിത്സ കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അത് അടിയന്തരമായിട്ട് മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ട് കേസെടുക്കണം. ഇവരെയൊക്കെ പ്രോസിക്യൂട്ട് ചെയ്യണം. ഇവരൊക്കെ മറുപടി പറയണം. ഈ ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാനാണ് ഈ സംവിധാനങ്ങളൊക്കെ. നമ്മൾ രോഗം വരുമ്പോൾ ജീവൻ രക്ഷിക്കാനാണ് ആശുപത്രിയിലേക്ക് പോകുന്നത്. ആ ആശുപത്രി തന്നെ നമുക്ക് കൊലക്കയറായി മാറിയാലോ?
ഇത് ആരോടാണ് നമ്മൾ ഇതൊക്കെ പറയേണ്ടത്? ഇവർ തീർച്ചയായിട്ടും സമാധാനം പറയേണ്ടതാണ്, ഒരു സംശയവുമില്ല. ഈ ആരോഗ്യമന്ത്രി എത്രയും പെട്ടെന്ന് രാജിവെക്കണം എന്ന പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം ന്യായമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഈ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം എന്തുകൊണ്ട് വൈകിച്ചു എന്നുള്ളത് കൃത്യമായിട്ട് സർക്കാർ അന്വേഷണം നടത്തണം. അതിൻ്റെ ആരാണോ അതിൻ്റെ കുറ്റവാളി, ആ മനഃപൂർവ്വം ഇത് വൈകിപ്പിച്ചതാണെങ്കിൽ അത് മനഃപൂർവ്വം വൈകിപ്പിക്കാനുണ്ടായ കാരണക്കാരൻ ഈ രണ്ടുപേരെയും കണ്ടെത്തി ഉചിതമായ ശിക്ഷ കൊടുക്കണം. അല്ലാത്ത പക്ഷം ഇത് ഇനിയും കേരളത്തിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കും. ഇതൊക്കെ PR വർക്കുകൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ചില കാര്യങ്ങളാണ്. ഈ മനഃപൂർവ്വം ഇങ്ങനെ ഈ ആശുപത്രിയുടെ ഉദ്ഘാടനം, ഈ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം വൈകിപ്പിച്ചത് തീർച്ചയായിട്ടും PR വർക്കുകൾക്ക് വേണ്ടിയിട്ടാണ് എന്ന് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ പറയുന്നത് ശരിയാണ്. അത് ഇപ്പോൾ കോൺഗ്രസ് ആണോ BJP ആണോ എന്നുള്ളതൊന്നും അല്ല വിഷയം. അവർ പറയുന്ന കാര്യങ്ങൾക്കകത്ത് ന്യായമുണ്ട്, അവർ പറയുന്നതിനകത്ത് സത്യമുണ്ട്. അത് തീർച്ചയായിട്ടും അതുകൊണ്ട് സർക്കാർ ഒരു നിഷ്പക്ഷമായ അന്വേഷണത്തിന് തയ്യാറാകണം. ഇവരെ തീർച്ചയായിട്ടും ഇതിന് കാരണക്കാരായ ആൾക്കാർ ആരാണെങ്കിലും, എത്ര ഉന്നതരാണെങ്കിലും അവർക്കെതിരെ നടപടിയെടുക്കേണ്ടതാണ്. ഒരു പാവപ്പെട്ട വീട്ടമ്മയുടെ ജീവനാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതും ഭരണകൂടത്തിൻ്റെ, സർക്കാരിൻ്റെ, സംവിധാനത്തിൻ്റെ അനാസ്ഥ കൊണ്ട്, ആരോഗ്യമന്ത്രിയുടെ അനാസ്ഥ കൊണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.